करेंगे। ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗിൽ വന്ന് സമ്മതിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. आज आए हुए सारे लोगों को परमेश्वर बहुतायत से आशीष करे। ഈ സങ്കീർത്തനത്തിന്റെ രചയിതാവ് ആരാണ് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിലും इसका लिखने वाला कौन है हम अच्छे से नहीं जानते हैं, लेकिन അവൻ 19 വാക്യങ്ങളിലൂടെ 19वां आयतों में ഭക്തൻ അനവധിയായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അവൻ ഒന്നാമത്തെ വാക്യം ആരംഭിക്കുന്നത് पहला आयत इस प्रकार शुरू होता है, യഹോവയുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. मैं प्रेम रखता हूँ इसलिए कि यहोवा ने मेरे गिड़गिड़ाने को सुना है। അവൻ രണ്ടാമത്തെ വാക്യം കൂടെ, അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലം ഒക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. നോക്കണം, പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം പറയുകയാണ് അവൻ തന്റെ ഭക്തന്റെ പ്രാർത്ഥനയും യാചനകളും കേൾക്കുക മാത്രമല്ല, അവന്റെ ചെവി എപ്പോഴും ഭക്തന്റെ നേരെ ഇരിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. वचन इस प्रकार कहता है, परमेश्वर अपने भक्तों को गिड़गिड़ाने को सुनता है, उसके बावजूद भी इसका कान हालेलुया हमेशा भक्तों की ओर लगाया गया है। ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിനകത്ത് ആഴമേറിയ ഉറപ്പുണ്ടാകണം. आज हमारे दिल के अंदर एक हालेलुया सोच ये होना जरूरी है। ഞാൻ ആരംഭത്തിൽ പറഞ്ഞതായ വേദഭാഗങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. शुरुआत में बोलने वाला वचन आपका अंदर है, मैं विश्वास करता हूँ। യോവേൽ പ്രവചനത്തിലൂടെ യഹോവയുടെ ആത്മാവ് നമ്മോട് സംസാരിച്ചുവല്ലോ. योवेल पुस्तक के द्वारा परमेश्वर की आत्मा में बातें किया है। തന്റെ ജനത്തെ ആദരിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് നാം അവിടെ കാണുവാൻ ഇടയായി. अपने लोगों को आदर करने वाला परमेश्वर को वहां दिखाई देता है। അവൻ ജനത്തെ ആദരിക്കുന്ന ദൈവത്തെ കുറിച്ച് നമുക്ക് കേൾപ്പാൻ ഇടയായി തീർന്നുവല്ലോ. अपने लोगों को आदर करने वाला परमेश्वर के बारे में हमने सुना है। ദൈവം ആദരിക്കപ്പെടുന്ന ജനത്തിന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമെന്നാണ് ഇവിടെ തിരുവചനം പറയുന്നത്. यहाँ पर कहते हैं परमेश्वर आदर करने वाले लोगों को प्रार्थना को परमेश्वर सुनते हैं। നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കാലമേറെ ആയാലും, अगर शायद आप बहुत समय से प्रार्थना करके आ रहा होगा, ഒത്തിരി കാലത്തെ പഴക്കം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുണ്ടെങ്കിലും, कई सालों से आप प्रार्थना कर रहा होगा, ഇതുവരെ പരിഹരിക്കപ്പെടാത്ത ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും, शायद अभी तक उसका उत्तर आपको नहीं मिला होगा, ഇന്ന് പകൽക്കാലം യഹോവയുടെ ആത്മാവ് തിരുവചന സങ്കീർത്തനത്തിലൂടെ പറയുന്നത്, आज सुबह परमेश्वर की आत्मा इस भजन के द्वारा कहते हैं, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് वो मेरा प्रार्थना सुनने वाला परमेश्वर है। ഹല്ലേലൂയ. പ്രിയ വാത്സല്യ സഹോദര സഹോദരി, मेरे प्रिय भाई और बहनों, ഒന്നാമത്തെ വാക്യം പറയാണ് യഹോവയുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്തോത്രം ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്. पहला आयत कहता है, मैं प्रेम रखता हूँ इसलिए कि यहोवा ने मेरे गिड़गिड़ाने को सुना है। ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. यहाँ पर कहते हैं, मैं उससे प्रेम करता हूँ। നാം സ്നേഹിക്കുന്ന ദൈവം, हम प्रेम करने वाला परमेश्वर നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. हमारा प्रार्थना सुनने वाला परमेश्वर है। കേൾക്കുന്നെന്ന് മാത്രമല്ല കേട്ടത് കൊണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. सिर्फ वो सुनने वाला नहीं है, उसने सुन लिया है कहते हैं। നമ്മുടെ യാചനകൾ കേട്ടതെന്നാ പറഞ്ഞിരിക്കുന്നത്. हमारा प्रार्थना को सुना है करके बता रहा है। പുറപ്പാടിന്റെ പുസ്തകം നമ്മുടെ അടുത്ത് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്ന ഒരു निर्गमन के പദപ്രയോഗമുണ്ട്. पुस्तक में इस प्रकार एक वचन है, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. परमेश्वर की आत्मा वहां लिखा है, ഞാൻ എന്റെ ജനത്തിന്റെ അവൻ നിലവിളി കേട്ടു എന്നാണ് ആവർത്തിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. वहां पर लिखा है, मैंने अपने लोगों का पुकारने को सुना है। ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയത്തെ കീറി മുറിച്ച്, जब मैं परमेश्वर के सामने आकर मेरा दिल को फाड़ कर പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കാൻ ഇടയാകുമ്പോൾ, दिल से जब परमेश्वर की सेवा आराधना करना शुरू करते हैं, അവന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുവാൻ ഇടയായി തീരും. तो वो मेरा पुकारने का शब्द सुन लेते हैं। ഇന്ന് പകൽക്കാല സമയം ദൈവത്തെ ആരാധിച്ച വാത്സല്യ സഹോദര വാത്സല്യ സഹോദരി, आज परमेश्वर की आराधना करने वाले मेरे प्रियो, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിരിക്കുന്ന ദൈവമുണ്ട്. आपके प्रार्थना का शब्द सुनने वाला परमेश्वर है। വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, लूका रचित सुसमाचार पहला अध्याय में ഹല്ലേലൂയ, അതിന്റെ 13-ാമത്തെ വാക്യം ദയവായി ഒരാൾക്ക് വായിക്കാം. उसका 13वां आयत पढ़ेंगे। ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കര്യാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബെത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. वहां पर कहते हैं, परंतु स्वर्गदूत ने उसे कहा, हे जकरिया भयभीत न हो, क्योंकि तेरी प्रार्थना सुन ली गई और तेरी पत्नी एलिशबेत से तेरे लिए एक पुत्र उत्पन्न होगा। നമുക്കെല്ലാവർക്കും വളരെ ചിരപരിചിതമായ ഒരു സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തി हम വെച്ചിരിക്കുന്നത്. अच्छे से जानने वाले एक घटना वहां लिखा गया है। അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദൈവ കുടുംബത്തിലാണ് ഈ വിഷയം സംഭവിക്കുന്നത്. एक आशीष पाने वाला परमेश्वर के एक परिवार के अंदर ये घटना हो रहा है। ദൈവത്തിന്റെ വേല ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന കുടുംബത്തിലാണ് സംഭവിക്കുന്നത്. परमेश्वर की हाले सेवागाई करने वाला परमेश्वर के दास के घर में ये हो रहा है। വേദപുസ്തകം ഇങ്ങനെ പറയുകയാണ്, पवित्र कलाम इस प्रकार कहते हैं, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ ദയവായി ഒരു വായിച്ചു കേൾപ്പിക്കുക. लूका रचित सुसमाचार पहला अध्याय इसका 5 और 6 आयत। യഹൂദ്യ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സെഖര്യാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിശബേത്ത് എന്നു പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു.
സ്തോത്രം, ഹല്ലേലൂയ. അടുത്തത്, എലിശബേത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു, ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇരുവരും വയസ്സ് ചെന്നവര് ആയിരുന്നു, അല്ലേ? वहां लिखा है दोनों बहुत उम्र वाले थे. നോക്കണം, ഈ കുടുംബം ഞാൻ പറഞ്ഞു ദൈവത്തെ സേവിക്കുന്ന ഒരു കുടുംബമാണെന്ന് പറഞ്ഞു. मैंने बोला ये परिवार परमेश्वर की सेवा करने वाला एक परिवार है. ദൈവത്തെ സേവിക്കുന്ന കുടുംബത്തിന് അകത്ത് ചില ശൂന്യതകൾ ഉണ്ടാകുമോ? परमेश्वर की सेवा करने वाला परिवार के अंदर जब कुछ हालेलुया शून्य के अवस्था जब आते हैं, ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ചില അവകാശങ്ങൾ ലഭ്യമാകാതിരിക്കുമോ? परमेश्वर से प्रार्थना करने वाले लोगों के जीवन में कुछ वायदा है जब पूरा नहीं होते हैं, നമ്മുടെ ഉള്ളിൽ പലപ്പോഴും വരുന്നൊരു സംശയമാണ് ഇതല്ലേ. हमारे अंदर हमेशा एक सवाल उत्पन्न होता है. വേദപുസ്തകം പറയാണ് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ചില ശൂന്യതകൾ ഉണ്ടാകും. परमेश्वर के वचन कहते हैं प्रार्थना करने वाले लोगों के अंदर उसके जीवन में कुछ शून्य की अवस्था आती है. ഫലം ഇല്ലാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാകും. उनके जीवन में कुछ शून्यता की अवस्था आते हैं. വേദപുസ്തകം പറയുന്നു മക്കൾ യഹോവ നൽകുന്ന അവകാശമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. वचन कहते हैं संतान परमेश्वर से और मिलने वाला वरदान है. അവകാശങ്ങൾ ലഭ്യമാകാതെ പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. जो दान और तोहफा नहीं मिलने का कुछ मौका अवस्था है हमारे जीवन में आता है, എന്നാൽ അത് ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രമായിരിക്കും. लेकिन वो कुछ ही देर के लिए ही होता है. ഇന്ന് ചില അവകാശങ്ങൾ നിങ്ങൾ പ്രാപിച്ചിട്ടില്ല എങ്കിലും शायद आज आप कुछ वायदा है प्राप्त नहीं किया होगा, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില വാഗ്ദത്തങ്ങൾ നിങ്ങൾ പ്രാപിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും शायद आपकी जिंदगी में कुछ वायदे अभी भी पूरा नहीं ഒരു होगा, കാര്യത്തിൽ ഉറപ്പുണ്ട്. लेकिन आप यकीन करना है ദൈവത്തിന്റെ ദൂതൻ നിങ്ങളെ സന്ദർശിക്കുന്ന ഒരു ദിവസമുണ്ട്. परमेश्वर के दूध आपके पास आने का एक समय है. ദൈവം നിങ്ങളോട് ഇടപെടുന്ന ഒരു ദിവസമുണ്ട്. परमेश्वर आपसे बात करने का एक मौका होता है. വായിച്ച സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അവൻ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടത് കൊണ്ട് അവനെ സ്തുതിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. पढ़ा हुआ वचन में इस प्रकार कहते हैं उसने मेरा प्रार्थना सुना, मेरा गिड़गिड़ाने को सुना, इसलिए मैं उसका स्तुति करता हूं. പ്രാർത്ഥിക്കുന്ന സെഖരിയാവേ, प्रार्थना करने वाला शेकरिया, നീ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ലയോ? आपने बहुत सारे लोगों के लिए प्रार्थना किया होगा, നിന്റെ ജീവിതത്തിൽ മാത്രം എന്താ വിടുതലില്ലാത്തത്? लेकिन आपके जिंदगी में क्यों ऐसे हो रहा നീ है? ഒത്തിരി പേർക്ക് വേണ്ടി ഉപവസിക്കുന്നില്ലയോ? आपने बहुत लोगों के लिए उपवास करते हैं, ഇന്ന് നിന്റെ ഉപവാസ വിഷയത്തിന് മാത്രം എന്താ लेकिन വിടുതലില്ലാത്തത്? आप जो जिस विषय के लिए उपवास करते हैं उसके लिए क्यों फल नहीं आता है? അപ്പോഴൊന്നും പറയാ സെഖരിയാവിനൊരു മറുപടിയുമില്ല. शेकरिया के अंदर कोई हालेलुया आंसर नहीं है उसके അവൻ लिए. അപ്പോഴും ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. तभी वो दिल के अंदर ही अंदर प्रार्थना करते आ रहा है. ഇന്ന് പകൽക്കാലം നീ ഇടപെടാത്ത ദിവസം നീ പ്രാർത്ഥിക്കാനിടയായി തീരട്ടെ. अगर आज आप परमेश्वर के चरणों में लगातार प्रार्थना करते रहिए, ദൈവവചനത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. परमेश्वर के वचन में इस प्रकार देखने को मिलते हैं, നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കണം. അതല്ലേ ക്രിസ്തുവേശുവിൽ നിങ്ങളെ കുറിച്ച് ദൈവം ഇഷ്ടമെന്നാ പറഞ്ഞിരിക്കുന്നത്. लगातार प्रार्थना करना है परमेश्वर हमसे चाहते हैं. ദൈവത്തിന്റെ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്ന്. परमेश्वर के संतान के बारे में परमेश्वर का इच्छा यह है कि हम लगातार प्रार्थना करते रहे. സഭാ ഹാളിൽ ഇരിക്കുന്ന ചില സമയത്തേക്ക് മാത്രമല്ല നമ്മുടെ പ്രാർത്ഥന. सिर्फ कलीसिया में बैठने का समय नहीं, നമ്മുടെ വീട്ടിലെ ഭവന പ്രാർത്ഥനയ്ക്കുള്ള ചില സമയത്തേക്ക് മാത്രം ലിമിറ്റഡ് പ്രാർത്ഥനയല്ല നമുക്ക് വേണ്ടത്. हमारे घर में जब घर की प्रार्थना होता है उस समय के लिए सिर्फ नहीं, പുതിയ വിശ്വാസിയായി ഞാനും നിങ്ങളും എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായി नया മാറുവാൻ नियम के विश्वासी हम सब हमेशा लगातार प्रार्थना करते रहना है. നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും ഭവനത്തിൽ പണിയുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്ക് ഇടയായി തീരണം. काम करते समय, गाड़ी चलाने समय, आने जाने समय हम प्रार्थना करते रहना है. നമ്മൾ ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. अब किसी भी टाइम प्रार्थना करें तो उस प्रार्थना को सुनने वाले के परमेश्वर है. ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ക്ഷണത്തിൽ ഉണ്ടായി എന്ന് വരികയില്ല. शायद इस प्रार्थना का उत्तर जल्द से जल्दी शायद नहीं मिलेगा, എന്നാൽ പ്രാർത്ഥനയുടെ മറുപടി വരുന്നുണ്ട് കുഞ്ഞ്, നിശ്ചയം. लेकिन आपका प्रार्थना का उत्तर आ रहा है അവൻ जरूर. പ്രാർത്ഥനയുടെ മറുപടി വരുന്നുണ്ട്. आपका प्रार्थना का उत्तर आ रहा है. ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, हबक्कूक भविष्यवक्ता इस प्रकार कहते हैं, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുകയാണ്. दर्शन के लिए एक समय रखा है. കുഞ്ഞ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു അവധി വെച്ചിരിക്കുകയാണ്. आपका समय प्रार्थना का उत्तर के लिए एक समय रखा है. നീ കണ്ട വാഗ്ദത്തം അത് നിവൃത്തീകരണത്തിലേക്ക് ഒരു അവധി വെച്ചിരിക്കുകയാണ്. आपका वायदा पूरा होने के लिए एक समय रखा है. എന്നാൽ പ്രവാചകൻ വിളിച്ചു പറയുന്നത്, लेकिन भविष्यवक्ता इस प्रकार कहते അതിനായി हैं, കാത്തിരിക്കുക, उसी के लिए बाट जोते रहो, അതിനായി കാത്തിരിക്കുക. उसके लिए बाट जोते रहो. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം प्रार्थना करने वाले लोगों के लिए അവന് ദൈവത്തിന് മുൻപാകെ ഒരു പരാതിയില്ല. और उसके परमेश्वर के सामने शिकायत कभी नहीं करता. പഴയ നിയമത്തിന്റെ പ്രവാചക, പഴയ നിയമത്തിന്റെ പുരോഹിതനായ സെഖരിയാവ്, पुराना नियम की जो याजक सेकरिया, ഈ പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അവനെ കുറിച്ച് പറയുന്നത്, इस नया नियम में उसके बारे में इस प्रकार कहते हैं, അവൻ വയസ്സ് ചെന്നവനായിട്ടും वो उम्र वाला होने के बावजूद भी അവന്റെ ജീവിതത്തിൽ യാതൊരു പരാതിയുമില്ല. उसके जिंदगी में कोई भी शिकायत नहीं था. അവൻ പ്രാർത്ഥിച്ച ഒത്തിരി പേർക്ക് വിടുതൽ ലഭിച്ചു. उसने जिनके लिए प्रार्थना की लोग सफल पाया. അവൻ ആർക്ക് വേണ്ടിയൊക്കെ ശുശ്രൂഷിച്ചു അവരെല്ലാം നന്മ പ്രാപിച്ചു. वो किन लोगों के लिए उसने सेवकाई की सब भलाई पाया, എന്നാൽ അവന്റെ ജീവിതത്തിൽ മാത്രം ഒരു ശൂന്യത നിൽക്കുമ്പോഴും, लेकिन उसके जिंदगी में एक शून्यता का अवस्था ഒരു है. വാക്ക് പോലും
അവൻ ഹല്ലേലൂയ ദൈവത്തോട് ആമേൻ സ്തോത്രം ദൈവത്തോട് ആമേൻ പരാതി പറയാനിടയായി. उसके बाद भी उसने एक ही शब्द परमेश्वर से शिकायत नहीं करते हैं. നീ പരാതി പറഞ്ഞില്ലെങ്കിലും आप शिकायत अगर नहीं करेगा, നിന്റെ ഹൃദയത്തിനകത്തെ വേദനകൾ, आपके हृदय के अंदर जो वेदना है, നീ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, हृदय के अंदर जो प्रार्थना करने वाला उस प्रार्थना को അത് സർവകൃപാലുവായ ദൈവം അറിയുന്നുണ്ട്. वो सर्वशक्तिमान परमेश्वर जानते हैं. ലൂക്കോസ് 1:13 ഇങ്ങനെ പറയുകയാണ്, लूका 1:13 इस प्रकार कहते हैं, അവൻ ദൂതനെ അവന്റെ അരികിലേക്ക് ദൈവം ഇറക്കിക്കൊണ്ടുവന്നു. उसने अपना दूध को उसके पास भेजा. പ്രാർത്ഥിക്കുന്ന കുഞ്ഞേ, നിന്റെ അരികിലേക്ക് ദൈവം ദൂതനെ ഇറക്കിക്കൊണ്ടുവരും. प्रार्थना करने वाले मेरे प्रियो, आपके पास परमेश्वर ने अपना दूध को भेजेगा. ദൈവത്തിന്റെ ദൂതൻ വെറുതെ വരുന്നല്ല, നിന്നോട് ചില ആലോചനകൾ പറയാൻ വേണ്ടി വരുന്നത്. परमेश्वर के दूध ऐसे नहीं आता है, बल्कि आपसे बातें करने के लिए आते हैं. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിന്നെ അറിയിക്കാൻ വേണ്ടി വരികയാണ്. परमेश्वर के वायदों को आपको बताने के लिए आते हैं. ദൈവത്തിന്റെ ദൂതൻ നിന്നോട് ഇടപെടാൻ തുടങ്ങുകയാണ്. परमेश्वर के दूध अब जब आपसे बात करना शुरू करेगा, ഇന്ന് പകൽക്കാലം നിങ്ങൾ കേൾക്കുന്ന ശബ്ദത്തിലൂടെ आज आप सुनने वाला इस शब्द के द्वारा ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ परमेश्वर की आत्मा जब आपसे बातें कर रहा है, അവൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. परमेश्वर की आत्मा आपसे स्पष्ट रूप से बातें कर रहा है. അവൻ ഒത്തിരി കാലമാകില്ല നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, कई सालों से आप प्रार्थना कर रहा है, ഒത്തിരി കാലമാകില്ല നീ പെന്തക്കോസ്തിലായിട്ട്, कई सालों से आप परमेश्वर की आराधना कर रहा है, ഒത്തിരി കാലമാകില്ല നീ പാടുവാനും ആമേൻ ദൈവത്തിന് യാഗമർപ്പിക്കാൻ തുടങ്ങിയിട്ട്. कई सालों से आप गीत गाना आराधना करना शुरू किया है. പലരും നിന്നോട് ചോദിച്ചില്ലേ, ഈ യാഗമൊക്കെ അർപ്പിച്ചിട്ട് എന്തോ കിട്ടിയെന്ന് ചോദിച്ചില്ലേ? कई लोग क्या आपसे नहीं पूछा है कि ये सब आराधना करने के बाद आपको क्या मिला? ഇത്രയും യാഗമർപ്പിച്ചിട്ട് നിനക്ക് എന്തോ ഉണ്ടെന്ന് ചോദിച്ചില്ലേ? इतना आराधना करने के बाद आपको क्या मिला है करके नहीं पूछा. ഈ ചോദ്യം വരുമ്പോഴും അകത്ത് ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, ये सवाल सामना करते समय अंदर दुख होने वाले मेरे प्रियो, ഈ ചോദ്യം നേരിടുമ്പോഴും അകത്ത് വേദനിക്കുന്ന പ്രിയ സഹോദരി, ये सवाल सामना करते समय अंदर दुख होने वाले, महसूस होने वाले मेरे प्रियो, തമ്പുരാൻ മറുപടി പറയുന്ന ഒരു സമയമുണ്ട്. परमेश्वर उत्तर देने वाला एक समय है. മനുഷ്യന്റെ വായ അടച്ചുകൊണ്ട്, इंसान के मुंह को बंद करके, നിന്നെ നിന്ദിക്കുന്ന ആമേൻ ആളുകളുടെ വാക്കിനെ അടച്ചുകൊണ്ട്, आपका निंदा करने वाले लोगों को मुंह बंद करके, യഹോവ നിന്റെ പക്ഷത്തുണ്ടെന്ന് തെളിയിക്കുന്ന ദിവസമുണ്ട്. परमेश्वर आपके वश है करके स्पष्ट करने का एक समय है. ഇനി അവൻ നിന്നെ ആദരിക്കുന്ന ദൈവമാ, परमेश्वर को आदर करने वाला परमेश्वर അവൻ है. നിന്നെ മാനിക്കുന്ന ദൈവമാ. वो आपको आदर करने वाला है. ഓ, ഈ നാട്ടിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു നന്മയില്ലെന്ന് വിലപിക്കുന്ന പ്രിയ സഹോദര, इतना साल से मैंने प्रार्थना कर रहा हूं लेकिन कोई फायदा नहीं है करके दुख होने वाले मेरे प्रियो, സമുദായ കൂട്ടം വിട്ടുകൊണ്ട് പെന്തക്കോസ്തിലേക്ക് വന്നിട്ട് अपना समाज छोड़कर इस पेंतिकोस में आया, ഇതുവരെ ഒരു നന്മ പ്രാപിച്ചില്ലല്ലോ എന്ന് നീ തന്നെ ഹൃദയത്തെ നിലവിളിക്കുമ്പോൾ, लेकिन अभी तक मैंने कोई फलाई नहीं पाया करके आप शायद दुख हो रहा होगा. ദൈവം പറയാണ്, ഞാൻ നിന്നെ ആദരിക്കുന്ന ദൈവം. परमेश्वर कहता है मैं तुम्हें आदर करने वाला परमेश्वर അതാണ് हूं. യഹോവയുടെ തിരുവചനത്തിൽ യോവേൽ പ്രവചനം 2-18 വാക്യത്തോടെ വായിക്കുന്നത്. योवेल पुस्तक 2:18 में इस प्रकार कहते हैं, യഹോവ തന്റെ ജനത്തെ ആദരിച്ചു. परमेश्वर अपने लोगों को आदर किया. ഇന്ന് പകൽക്കാലം നിന്നെ ആദരിക്കുന്ന ദൈവമുണ്ട്. आज आपको आदर करने वाला परमेश्वर है. നിന്നെ ആദരിക്കാൻ വേണ്ടി അവൻ നിന്റെ അരികിലേക്ക് തന്റെ ദൂതനെ അയക്കുകയാണ്. आपको आदर करने के लिए आपके पास दूध को भेजने वाला है. ലൂക്കോസ് സുവിശേഷം 1:13 വാക്യം പറയുകയാണ്. लूका 1:13 इस प्रकार कहते हैं, വായിച്ചട്ടെ. ദൂതൻ അവനോട് പറഞ്ഞത്, ദൂതൻ അവനോട് പറഞ്ഞത്, परंतु स्वर्गदूत ने उसे कहा, സെക്കര്യാവേ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, हे जकरिया भयभीत ना हो, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം. क्योंकि तेरी प्रार्थना सुन ली गई है. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ എന്താ നമ്മൾ വായിച്ചത്? हमारा अब जो शुरुआत में आयत पढ़ा था वो क्या पढ़ा था? യഹോവയുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നെന്നാ പറഞ്ഞത്. परमेश्वर मेरा प्रार्थना को सुन लिया इसलिए मैं उसे प्रेम करता हूँ. ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ परमेश्वर आपका प्रार्थना को जब उत्तर करेगा. സെഖര്യാവിന്റെ പ്രാർത്ഥന എന്താണെന്ന് താഴെ നമ്മൾ വായിക്കുമ്പോൾ കാണുകയാണ്. जकरिया का प्रार्थना क्या था वो नीचे लिखा गया അവന്റെ है. ജീവിതത്തിന്റെ ശൂന്യതയൊന്നും മാറ്റിക്കിട്ടണം അവന്റെ പ്രാർത്ഥന. उसका प्रार्थना ये था कि उसका जिंदगी की जो शून्य अवस्था को हालेलुया से हटाना है. അവന്റെ ജീവിതത്തിലെ തലമുറയിൽ അത് വരണ്ട അനുഭവം ഒന്ന് മാറണമെന്ന് അവന്റെ പ്രാർത്ഥന. उसकी जिंदगी में अपने संतान नहीं था, उस अवस्था को एक हालेलुया फर्क होना है. നിങ്ങളുടെ ജീവിതത്തിലെ വരണ്ട അനുഭവങ്ങൾ അത് എന്ത് തന്നെ ആയിക്കോട്ടെ, आपकी जिंदगी की अवस्थाएं क्यों ना हो, നിങ്ങളെ വേദനിപ്പിക്കുന്ന തലങ്ങൾ അത് എന്ത് തന്നെ ആയിക്കോട്ടെ, आपको दुख करने वाला अवस्थाएं कुछ भी क्यों ना हो, നിങ്ങൾക്ക് ദുഃഖഹേതുവായ വിഷയം എന്ത് തന്നെ ആയിക്കോട്ടെ, आपको चोट पहुंचाने वाला विषय कुछ भी क्यों ना हो, നിങ്ങൾ ആ വിഷയത്തെ ദൈവത്തിന്റെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് उस विषय को आप परमेश्वर के चरणों में रखकर മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ ഇടയാകുന്നെങ്കിൽ, अगर लगातार प्रार्थना करेगा तो ആമേൻ, ഹബക്കൂക്ക് പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ हबक्कूक इस प्रकार कहते हैं, അത് വൈകിയാലും വരും നിശ്ചയം, वो आएगा कि थोड़ा देरी होगा तो അത് भी, വൈകിയാലും വരും നിശ്ചയം, वो जरूर आएगा, देरी होगा तो അത് भी നിശ്ചയമായി സംഭവിക്കും, वो जरूर हो जाएगा, അത്
സംഭവിക്കാൻ പോകുകയാ. वो जो होने जा रहा है, നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? आप में से कितने लोग विश्वास करते हैं? ആമാൻ ഹൃദയത്തിനകത്ത് അതൊന്ന് ഏറ്റെടുത്തുകൊണ്ട് അതരം കൊണ്ട് പറഞ്ഞോട്ട് എന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞോട്ട് हृदय में स्पष्ट होकर आप अपना मुंह खोल कर बोलिए, वो मेरा जिंदगी में हो जाएगा। ദൈവം എന്റെ പ്രാർത്ഥനയും യാചനയും കേൾക്കുന്ന ദൈവമാണ്. मेरा परमेश्वर मेरा प्रार्थना और दुहाई को सुनने वाला परमेश्वर ഭക്തൻ है। പറയാ ദൈവം എന്റെ പ്രാർത്ഥനയും യാചനയും കേട്ടത് കൂടി അവനെ സ്നേഹിക്കുന്നു. भक्त कहते हैं परमेश्वर मेरा प्रार्थना सुन लिया है, इसलिए मैं उनसे प्रेम करता हूँ। കുഞ്ഞേ, അത് നടക്കാൻ തുടങ്ങുമ്പോൾ ചിലർക്ക് അതൊരു അടയാളമാ. और जब शुरू होना होगा तो किसी के लिए वो दिखाने के लिए परमेश्वर का काम होगा। നടക്കാത്ത ചില അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങുന്ന ചിലരുടെ ജീവിതത്തിൽ അടയാളമായി വെളിപ്പെടുവാൻ असंभव की बातें आपके जीवन में संभव होना शुरू करेगा तो दूसरों के लिए एक हालेलुया गवाही हो सकता है। ദൈവം പറഞ്ഞത് അതുപോലെ സംഭവിക്കാൻ ഇടയായിത്തീർന്നു. परमेश्वर जो बोला उसी प्रकार हुआ है। ലൂക്കോസിന്റെ സുവിശേഷം 1-ാം 36-ാമത്തെ വേദഭാഗത്തിൽ വരുമ്പോൾ लूका पहला अध्याय उसका 36वां आयत में അവൻ സർവശക്തനായ ദൈവം തന്റെ ദൂതനെ വീണ്ടും ഒരു ദൗത്യത്തിന് വേണ്ടി അയക്കുകയാണ്. सर्वशक्तिमान परमेश्वर अपना दूध को एक काम देकर भेज रहा है। അവിടെ മറിയയെ സന്ദർശിക്കുകയാണ്. वहां पर मरिया के पास आते हैं। മറിയോട് പറയുകയാണ്, പുരുഷനെ അറിയാത്ത മറിയോട് പറയുകയാണ്, मरिया से कहते हैं जिसकी शादी नहीं हुआ നീ है, ഒരു ആൺതലമുറയെ പ്രസവിക്കുക. तूने एक संतान को जन्म लेगी। ഹല്ലേലൂയ. അവൾ ചോദിക്കുന്നു, പുരുഷനെ അറിയാത്ത ഞാൻ ഇതെങ്ങനെ वो സംഭവിക്കുക? कहते हैं मेरे जीवन में कैसे हो सकता ഞാൻ है। അവളോട് തുറന്ന് പറയുന്ന ഭാഗമാണ് 36-37 വാക്യങ്ങൾ. 36-37वां आयत। നിന്റെ ചാർച്ചക്കാരത്തി എലിശബെത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ध्यान से सुनिए। ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ സംഭവിക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു അടയാളമായി, ചില അത്ഭുതങ്ങൾ സംഭവിക്കും മറ്റുള്ളവർക്ക് അടയാളമായി തീരുമെന്ന് പറഞ്ഞു. मैंने शुरुआत में बोला आपकी जिंदगी में कुछ असंभव का कुछ परमेश्वर संभव करेगा तो दूसरों के लिए एक गवाही के रूप में हो जाएगा। എലിസബത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതും സെക്കരിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുമായ ഈ അത്ഭുത പ്രവൃത്തി, एलिशबेत और शक्रिया की जिंदगी में जो होने वाला इस अद्भुत काम, മറിയ നിന്റെ ജീവിതത്തിൽ ഒരു അടയാളമാണ്. मरिया की जिंदगी में एक गवाही है। ചിലരുടെ അടയാളത്തിന് വേണ്ടി, कुछ गवाही के लिए, ചിലരുടെ ഉറപ്പിന് വേണ്ടി, किसी को यकीन कराने के लिए, मजबूत करने के लिए ദൈവം നിന്നെ സന്ദർശിക്കുന്ന പകൽക്കാലമായി ഇത്. परमेश्वर आपके पास आने का दिन है। നിനക്ക് വിശ്വാസമുണ്ടോ? क्या आप विश्वास करते हो? മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ ദൈവം മാനിക്കുന്ന വിശ്വാസമുണ്ടോ? दूसरों के सामने परमेश्वर आपको आदर करेगा, क्या आप विश्वास करते हो? ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം, ആമേൻ സ്തോത്രം, അവൻ വെളിപ്പെടുത്തുവതക്കവരുടെ സർവശക്തനായ ദൈവമാണ്. हम आराधना करने वाला परमेश्वर सर्वशक्तिमान जिंदा खुदा है करके वो स्पष्ट करने के लिए काबिल है। 37-ാമത്തെ വാക്യം ലൂക്കോസ് 1:37. लूका पहला अध्याय 37वां आयत। ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. क्योंकि जो वचन परमेश्वर की ओर से होता है वही प्रभावित नहीं होता। ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. वो प्रभाव रहित नहीं होता। परमेश्वर के लिए कुछ भी बात असंभव नहीं है। നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എത്ര പഴകിയാലും, आपका प्रार्थना करने वाला विषय कितना भी पुराना हो जाए, നിങ്ങളുടെ യാചനകൾ ദീർഘനാളുകളായി നിങ്ങൾ യാചിക്കുന്ന വിഷയം നിങ്ങൾ തന്നെ മടുത്തു പോയാലും, शायद आप कई सालों से दुहाई कर करके अब तक गया होगा, ഇന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ ഇടയാകുന്നെങ്കിൽ, आप लगातार एक विषय के ऊपर प्रार्थना करते आ रहा होगा, യഹോവയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഇടയാകുന്നെങ്കിൽ, परमेश्वर को बार बार आप याद दिला रहा है, तो അവന്റെ നാമത്തിന് മീതെയൊക്കെ അവന്റെ നാമത്തിന് അവന്റെ വാഗ്ദത്തം ഹല്ലേലൂയ സ്ഥിരപ്പെടുത്തുന്ന ഒരു ദൈവം, उसका नाम के ऊपर अपना वचन को वायदा को स्थिर करने वाला परमेश्वर അവന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിയാക്കുവാൻ മതിയായ ദൈവമാണ്. अपना वायदा को पूरा करने के लिए काबिल है। അവൻ യഹോവയുടെ ആത്മാവിലൂടെ പറയുകയാണ്, ദൂതനിലൂടെ പറയുകയാണ്, परमेश्वर की आत्मा यहाँ पर दूध से कहता है യഹോവയ്ക്ക് ഒരു കാര്യവും അസാധ്യമല്ല. परमेश्वर के लिए कुछ भी बात असंभव എന്ന് नहीं വെച്ചാൽ है। അവന് അസാധ്യമായത് ഒന്നുമില്ല. परमेश्वर के लिए कुछ भी असंभव नहीं है। ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത ഒറ്റ വാക്ക് ഇമ്പോസിബിൾ എന്നൊരു വാക്കാണ്. मैं हमेशा कहता हूं परमेश्वर की जो डिक्शनरी में एक ही शब्द नहीं है वो है असंभव। മനുഷ്യ നിന്നോട് സംസാരിക്കുന്നവരും നിന്റെ ഹൃദയത്തിലും നിന്റെ ബുദ്ധിയിലും പലപ്പോഴും ഇമ്പോസിബിൾ, അസാധ്യമെന്ന് നിന്നോട് പറഞ്ഞേക്കാം. आपसे बात करने वाला शायद आपको हमेशा बोलते होंगे ये असंभव है, असंभव है। ഈ ലോകം മുഴുവൻ നിന്നോട് അസാധ്യമെന്ന് പറഞ്ഞാലും, ये दुनिया पूरा शायद आपको बोलते होंगे कि ये असंभव है। കാലേബിനെയും യോശുവയെയും പോലെ നീ പറയണം, ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ അതെനിക്ക് സാധ്യമാണെന്ന് പറയണം. योशुआ की तरह आप भी बोलना है अगर परमेश्वर मेरे साथ है तो वो मेरे लिए संभव है। അവൻ കാലേബിനെയും യോശുവയെയും പോലെ നീ പറയണം, ദൈവം എന്നോട് കൂടെ ഉള്ളതുണ്ട്, ആ വാഗ്ദത്ത ദേശം എന്റേതാണെന്ന് പറയണം. योशुआ की तरह आप भी बोलना है परमेश्वर मेरे साथ है इसलिए वो वायदा देने वाला देश मेरा
मेरा है। ഇവിടെ നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വചനം അത് എനിക്കുള്ള വചനമാണ് നിങ്ങൾ പറയണം. यहाँ पर बातें करने वाला इस वचन आप बोलना है, ये वचन मेरे लिए है। ആ വചനത്തെ നിങ്ങൾ ഏറ്റെടുക്കാൻ उस തുടങ്ങുമ്പോൾ वचन को जब आप अपनाना शुरू करोगे, യഹോവ നിങ്ങളെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. परमेश्वर आपको देखकर इस प्रकार कहते हैं, ഇവന് വേറൊരു സ്വഭാവമുണ്ട്, ये अलग स्वभाव के हैं, ഇവന് വേറൊരു സ്വഭാവമുണ്ട്. ये लोग अलग स्वभाव के हैं। കുഞ്ഞേ, നിനക്ക് വേറൊരു സ്വഭാവമുണ്ടവരായിരിക്കണം. आप एक अलग स्वभाव होने वाला ഒരു है। സാധാരണ വിശ്വാസിയുടെ ലെവലിന് അപ്പുറമായി आप एक आम आदमी विश्वासी जैसे नहीं, ദൈവത്തിൽ ആഴത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നിന്നിൽ ഉണ്ടാകട്ടെ. लेकिन परमेश्वर पर गहराई से विश्वास करने के स्वभाव आपको होना जरूरी है। പരിശുദ്ധാത്മാവ് നിശ്ചയമായും ആ വിശ്വാസത്തിന്റെ വരത്തെ നമുക്ക് നൽകട്ടെ. पवित्र आत्मा उस विश्वास करने का वर को हमें दे दे। ആ വരം നമ്മിൽ ഉണ്ടാകുമ്പോൾ उस वर जब हमारा अंदर നാം होगा, ആഴത്തിൽ വിശ്വസിക്കാൻ തുടങ്ങും. तब हम गहराई में परमेश्वर पर विश्वास करेगा। അതുകൊണ്ട് യഹോവയായ ദൈവം പറയുകയാണ്, इसलिए यहोवा परमेश्वर कहते हैं, ഹല്ലേലൂയ, യോശുവയും കാലേബും മാത്രമേ ആ വാഗ്ദത്ത ദേശത്തേക്ക് പ്രാപിക്കത്തുള്ളൂ എന്ന് പറയാണ്. यहोशू और कालेब सिर्फ उस वादा किया हुआ देश में पहुंचेंगे। ആരാണ് വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചത്? कौन उस देश में प्रवेश किया? ആരാണ് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിലേക്ക് പ്രവേശിച്ചത് അറിയാമോ? परमेश्वर देने वाला उस वायदा में कौन प्रवेश किया? ദൈവം പറഞ്ഞതിനെ അക്ഷരം പ്രതി വിശ്വസിച്ചവരാ പ്രവേശിച്ചത്. जो परमेश्वर बोला है उसको हालेलुया अच्छे रीति से विश्वास करने वाला प्रवेश किया। ലൂക്കോസ് 1:37 പറയുകയാണ്, लूका 1:37 इस प्रकार कहते हैं, അവൻ സയൻസ് എന്തു പറഞ്ഞാലും, वो साइंस कुछ भी बोले, മനുഷ്യൻ എന്തു പറഞ്ഞാലും, इंसान कुछ भी बोले, അവൻ സാഹചര്യങ്ങൾ എത്രമാത്രം വിരോധമായി തീർന്നാലും, हमारी अवस्थाएं कैसे भी हमारे खिलाफ हो जाए, ലൂക്കോസ് 1:37 ദൈവത്തിന്റെ ദൂതൻ പറയാണ്, लूका 1:37 में परमेश्वर के दूत इस प्रकार कहते हैं, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. परमेश्वर के लिए कुछ भी असंभव नहीं है। അവനാ നിന്നോട് കൂടെ ഇരിക്കുന്നത്, वो आपके संग रहने वाला है, അവനാ നിന്നെ വിളിച്ചത്, वो आपको बुलाया है, അവന്റെ വിളി കേട്ടാ നീ ഇറങ്ങി തിരിച്ചത്. उसका बुलाहट सुनकर आप निकला है। ഹല്ലേലൂയ, आमीन, ഹല്ലേലൂയ. हालेलुया। ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിൽ ആരംഭ ഭാഗത്ത് യഹോവയായ ദൈവം പറയുകയാണ്, उत्पत्ति 17 आयत की शुरुआत में परमेश्वर इस प्रकार कहते हैं, അവൻ ഞാൻ ആരാന്ന് നിനക്ക് ബോധ്യമുണ്ടോ? क्या तू जानते हैं कि मैं हूं कौन? ഞാൻ ആരാന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ ഹല്ലേലൂയ, ഞാൻ നിന്നെ ഉറപ്പിക്കാൻ, ഞാൻ നിന്നോട് വാഗ്ദത്തം ചെയ്ത് നിവൃത്തിയാക്കാൻ മതിയായവനാ. अगर तू जानते हैं कि मैं कौन हूं तो हालेलुया, जो वादा मैंने दिया है वो पूरा करने के लिए मैं काबिल हूं। പ്രാർത്ഥനയ്ക്ക് വന്നിട്ടും ആരാധനയ്ക്ക് വന്നിട്ടും ഇന്നും നിനക്ക് ദൈവം ആരാന്ന് ബോധ്യമുണ്ടോ? प्रार्थना करने के बाद आराधना में आने के बाद क्या आप जानते हो परमेश्वर कौन है? നീ സേവിക്കുന്ന ദൈവത്തിന്റെ സകലതും കഴിവതും വിശ്വസിക്കുന്നുണ്ടോ? आप आराधना करने वाला परमेश्वर के लिए सब कुछ संभव है करके क्या आप विश्वास करते हो? ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുകയാണ്. परमेश्वर की आत्मा इस प्रकार कहते हैं, എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, इब्रानियों को पत्री में इस प्रकार लिखा है, ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. परमेश्वर के पास आने वाला ये विश्वास करना ही कि परमेश्वर है। അന്വേഷിക്കുന്ന ഏവർക്കും അവൻ ഹല്ലേലൂയ മറുപടി നൽകുമെന്ന്, പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കണം. उसका पुकारने वालों को परमेश्वर प्रतिफल देता है करके भी विश्वास करना है। അങ്ങനെയാണെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന സെഖരിയാവേ, परमेश्वर की आराधना सेवा करने वाले सक्रिया, അങ്ങനെയാണെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന പ്രിയ സഹോദര, വാത്സല്യ സഹോദരി, परमेश्वर को खोजने वाले मेरे भाइयों और बहनों, ദൈവത്തെ സേവിക്കുന്ന നീ മാനിക്കപ്പെടാതെ പോകത്തില്ല. परमेश्वर की सेवा करने वाला आप कभी लज्जित नहीं होंगे। ചില നാളുകൾ കഷ്ടതയുടെ സങ്കടത്തിന്റെ കടലിന്റെ ബ്രാക്കറ്റ് പീരീഡ് ഉണ്ടെങ്കിലും, शायद कुछ दिनों में आप कष्ट और संकट और आंसू की तराई में होकर गुजरना पड़ेगा, ആ ബ്രാക്കറ്റ് പീരീഡിന് അപ്പുറം നിനക്കൊരു നന്മ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. लेकिन उसके बाद एक भलाई की अवस्था परमेश्वर आशीष आपके लिए रखा है। നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്. आपका प्रार्थना के उत्तर है। ഇവിടെ പറയാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. यहाँ पर कहते हैं परमेश्वर के लिए कुछ भी असंभव नहीं है। ആമേൻ, ഹല്ലേലൂയ. അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിലൂടെ യഹോവ പറയുകയാണ്, उत्पत्ति 17 आयत में अब्राहम से परमेश्वर इस प्रकार कहा, ഞാൻ സർവശക്തിയുള്ള मैं ദൈവമാകുന്നു. सर्वशक्तिमान परमेश्वर हूं। ഹല്ലേലൂയ. അബ്രഹാമേ, നീ കുറച്ച് നാൾ മുമ്പ് എന്നെ കേട്ടിറങ്ങിയല്ലയോ? हे अब्राहम, कुछ दिन पहले में तू मुझसे सुनकर निकला है। കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 11 വർഷം മുമ്പ്, सच्चाई बोलेगा तो 11 साल पहले, 75ാമത്തെ വയസ്സിൽ, उसका जब 75 साल था, ആമേൻ, സ്തോത്രം, അവനെ ഹാരാനിൽ വെച്ച് അവൻ അബ്രഹാമിനെ വിളിച്ചിറക്കി യഹോവ സംസാരിച്ചു. हारान में परमेश्वर उनसे बात करके उनसे बुलाया, ഞാൻ കാണിപ്പാൻ എനിക്ക് ദേശത്ത് നീ പോകണമെന്ന് പറഞ്ഞു. तू जाना कि जिस जगह में मैंने तुझे दिखाएगा। നോക്കണം, അവന്റെ ശബ്ദമേ കേട്ടിട്ടുള്ളൂ, सिर्फ उसने परमेश्वर की शब्द सुना था, ദൈവത്തെ അവൻ കണ്ടിട്ടില്ല. परमेश्वर को उसने नहीं देखा था। അതുവരെ അവന്റെ ജീവിതത്തിൽ ദൈവത്തെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, उसी दिन तक अब्राहम की जिंदगी में परमेश्वर के बारे में जो उनका एक्सपीरियंस ये था, അവൻ കണ്ടു വളർന്നത്, उसने जो देखा था, അവന്റെ അപ്പനാകുന്ന തേരഹ ഉൾപ്പെടെയുള്ള പിതാക്കന്മാർ अपना पिता तेरह വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ സേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. मूर्तियों को बनाते हुए उसकी आराधना करते थे। അവരുടെ മുമ്പിൽ ഒരു ദൈവം എന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നു. उसके सामने एक परमेश्वर का एक रूप था। നോക്കണം, ഹല്ലേലൂയ. ഈ തേരഹ ഉൾപ്പെടെയുള്ളവർ, അവൻ സ്തോത്രം, അവന്റെ പിതാക്കന്മാർ ഒരു ദൈവത്തെ കണ്ടുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് ദൈവമെന്ന് ഓർത്ത് അതിനെ നമസ്കരിച്ചുകൊണ്ടിരുന്നത്. अब्राहम और उसके परदादों ने एक मूर्ति को देखकर परमेश्वर सोचकर आराधना कर रहा था।
അനുഭവത്തിലിരുന്ന മനുഷ്യനെയാണ് उस अनुभव में जीने वाला उस इंसान को ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ യഹോവ വിളിച്ചു പോന്നിരിക്കുന്നത്. उत्पत्ति के पुस्तक 12वें अध्याय में परमेश्वर बुलाकर उसको अलग किया. എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ ആമേൻ അടിമ നുകത്തിൽ കീഴിൽ നിന്ന് ദൈവം വിളിച്ചു പോന്നിരിച്ചത്. हम सबको परमेश्वर ने उस गुलामी से इसलिए बुलाकर अलग किया. നാം ഒന്ന് കണ്ടിട്ടല്ല കേട്ടോ, हमने कुछ देखा नहीं है. നാം ഇതിനു മുമ്പ് നിന്ന സാഹചര്യങ്ങളിൽ हमने पहले जिस अवस्था में होकर जा रहा था നമുക്കവിടെ കാണാൻ പലതും ഉണ്ടായിരുന്നില്ലേ? वहां पर देखने के लिए बहुत कुछ थे. നമ്മൾ ദൈവം എന്ന് കരുതി പോയിടത്ത് പലതും ഉണ്ടായിരുന്നു. हमने परमेश्वर सोचकर किसी के पास गए थे. എന്നാൽ പളുവള മിന്നുന്നതോ അവൻ ആൽക്കട്ട കൊടയോ പ്രൈസ് രൂപമോ സൂപമോ ഒന്നും ഹല്ലേലൂയ ഇന്നും നമുക്കില്ലെങ്കിലും हम देखने के लिए कुछ मूर्ति के रूप में कुछ है ही नहीं आज हमारे बीच में. യഹോവയായ ദൈവം ഹല്ലേലൂയ ഇവിടെ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം അവിടെ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. उत्पत्ति 17वां अध्याय की पहला आयत में परमेश्वर अब्राहम से कहते हैं കുഞ്ഞേ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. मैं सर्वशक्तिमान परमेश्वर ആമേൻ. हूं. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വാക്യം പറയുകയാണ്. लूका पहला अध्याय इसका 37वां आयत में कहते हैं ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. परमेश्वर के लिए कुछ भी बात असंभव നിങ്ങളുടെ नहीं ജീവിതത്തിൽ है. അസാധ്യമായത് എന്താണ്? आपकी जिंदगी में असंभव क्या है? നിങ്ങൾ മടുത്തുപോയ ചില പ്രാർത്ഥനാ आप വിഷയങ്ങളായിക്കോട്ടെ, जो प्रार्थना करके शायद तके हुए कुछ विषय होगा. നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞു പിന്നെയും പറഞ്ഞു അവൻ വായ്ത്തല അവൻ മടങ്ങിപ്പോയ ചില അനുഭവങ്ങളായിക്കോട്ടെ, बोल कर आप तके हुए कुछ विषय हो सकता है. എന്നാൽ ഇന്ന് പകൽക്കാലം അമ്മ വായ്ത്തല അമ്മ സ്തോത്രം തേഞ്ഞു പോയാലും ഇന്ന് പകൽക്കാലം നിങ്ങളെ വാഗ്ദത്തം എടുത്ത് ആ വായ്ത്തലയെ ഒന്ന് തേച്ച് മിനുക്കിക്കാട്ടെ. लेकिन आप तक गए होंगे, लेकिन आपका वायदा को आप फिर से बाहर लाइए. ആമേൻ. നിങ്ങൾക്കറിയാമോ ഇരുമ്പായുധം അത് എത്ര ശക്തിയുള്ളതാണെങ്കിലും लोहा के जो आयुध होता है वो कितना भी നാം അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ അതിൽ തുരുമ്പ് വരും. अगर हम इस्तेमाल नहीं करते हैं तो खराब हो जाता है. അതിന്റെ വായ്ത്തല മങ്ങാൻ തുടങ്ങും. वो मतलब कमजोर हो जाता है. പിന്നെ അത് വെച്ച് നാം തടി വെട്ടിയാൽ उसके बाद हम उपयोग करेगा तो അത് വെച്ച് നാം ഹല്ലേലൂയ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അത് പലപ്പോഴും അത് ഉപയോഗശൂന്യമായി തീരും. अगर वो उससे उपयोग करेगा तो फिर हमसे उसको कोई फल नहीं मिलेगा. ഒത്തിരി അധ്വാനം പിന്നെ വേണം. हम बहुत कष्ट निकालना पड़ेगा, उठाना पड़ेगा. എന്നാൽ ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന വാത്സല്യ സഹോദരൻ, आज वचन सुनने वाले मेरे प्रिय വാത്സല്യ സഹോദരി, मेरे प्रिय അവൻ ഇന്ന് പകൽക്കാലം അവൻ വാളിന്റെ വായ്ത്തലകൾ ആമേ സ്തോത്രം അത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ, अगर आज आपके बात तो आपके हाथ में जो है आप इस्तेमाल नहीं करेगा तो അതിൽ തേയ്മാനം ഉണ്ടാകുന്നതല്ല, അവൻ അതിൽ തുരുമ്പ് വരികയാണ്. वो कमजोर हो जाता है, खराब हो जाता है. തുരുമ്പ് വരുമ്പോൾ സംഭവിക്കുന്നത് അറിയാമോ? ആമേ സ്തോത്രം നീ അത് വെച്ച് വെട്ടിയാൽ ഒരിക്കലും ശത്രു വീഴത്തില്ല. अगर वो खराब हो जाएगा तो आप कितना भी वो इस्तेमाल करे उससे कोई फायदा नहीं होगा. ആകയാൽ ഇന്ന് പകൽക്കാലം ആ വാളിന്റെ വായ്ത്തല ഒന്ന് തേച്ചാട്ടെ. आज आप उसको थोड़ा नया कर दे, വാളിന്റെ വായ്ത്തല ഒന്ന് തേച്ചു മിനുക്കിക്കാട്ടെ. उसको नया कर दे. നിങ്ങൾ സ്തോത്രത്തെ ഒന്ന് ജാഗരിച്ചുകൊണ്ടിരുന്നാട്ട് आप स्तुति महिमा करते रहिए. ദൈവത്തിന്റെ വചനം നിങ്ങളൊന്ന് തേച്ചു മിനുക്കിക്കാട്ടെ. परमेश्वर के वचन में आप तैयार कीजिए अपने आप ദൈവത്തിന്റെ को. വാഗ്ദത്തം നിങ്ങളൊന്ന് തേച്ചു മിനുക്കിക്കാട്ടെ. परमेश्वर का जो वायदा है अपने आप को तैयार कीजिए, नया कर दीजिए. നിങ്ങളുടെ അതരം കൊണ്ട് പറഞ്ഞാട്ട് അതിന് സംഭവിക്കാൻ പോകുമെന്ന് പറഞ്ഞാട്ട്, होठों से बोलिए होने जा रहा है. ഹല്ലേലൂയ, അതിന് സംഭവിക്കുമെന്ന് പറഞ്ഞാട്ട്, आज हो जाएगा करके बोलिए. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലെന്ന് പറഞ്ഞാട്ട്, ऐसा बोलिए कि परमेश्वर के लिए कुछ भी असंभव नहीं है. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. परमेश्वर के लिए कुछ भी असंभव नहीं है. ഹല്ലേലൂയ. അവൻ അതുകൊണ്ട് ദൈവം അവൻ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കൊടുത്തു. परमेश्वर इसलिए उसके एक आशीषित हुआ आप संतान दिया. കർത്താവിന്റെ വഴി ഒരുക്കുന്നവൻ. परमेश्वर की ഹല്ലേലൂയ. കർത്താവിന്റെ വഴി ഒരുക്കുന്നവൻ. वाला ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അഭിസംഗീതനക്കാരൻ ഇങ്ങനെ പറയുകയാണ്, वचनकार इस प्रकार कहते हैं, ദൈവം എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. मैं परमेश्वर से प्रेम रखता हूं कि यहोवा ने मेरे गिड़गिड़ाने को सुना है. 116 സംഗീതത്തിന്റെ 2-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. भजन संगीत 116 का दूसरा आयत पढ़ेंगे. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലം ഒക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. उसने जो मेरी और कान लगाया है इसलिए मैं जीवन भर उसकी पुकारा करूंगा. ഹല്ലേലൂയ. ഇന്ന് എന്നുവരെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്? कब तक पुकारा करेंगे? ജീവകാലം. നോക്കണം, जीवन भर. ജീവകാലം ഒക്കെയും എന്ന പദം जीवन भर कहते हैं. നമുക്ക് എന്തെങ്കിലും ഞാൻ പണ്ട് അമ്മ സ്തോത്രം ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട് പ്രാർത്ഥനാ ജീവിതത്തിലെ. प्रार्थना जिंदगी में कई अनुभव मेरा पास है. അമ്മ ഹല്ലേലൂയ ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ അമ്മ ഞാൻ അത് ഇവിടെ ഖത്തറിൽ തന്നെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തില് कतर में कई साल पहले एक प्रार्थना समाज में मैं था. പല സമുദായങ്ങളിൽപ്പെട്ടവർ വന്ന് പ്രാർത്ഥിക്കാനിടയായി തീരുമാനം. अलग अलग लोग जो आते थे प्रार्थना के लिए, ഇവരെല്ലാം വന്ന് പ്രാർത്ഥിച്ച് അവരുടെ വിഷയങ്ങളൊക്കെ പറയും. ये सब आके प्रार्थना करके अपना विषय बताते थे. ആ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കും. वो सारे विषयों के लिए हम प्रार्थना करते थे. പല പല വിഷയങ്ങൾക്കും ദൈവം മറുപടി കൽപ്പിക്കും. कई विषयों के लिए परमेश्वर उत्तर भी दिया है. ദൈവം മറുപടി കൽപ്പിച്ചു കഴിഞ്ഞാല് जब परमेश्वर उत्तर देते हैं അവൻ പിറ്റേ ആഴ്ചയില് അവരുടെ വകയായിട്ടൊരു പലഹാരമോ
എന്തെങ്കിലും ഒരു ആഹാരങ്ങൾ അവർ കൊണ്ടുവരും. अगले हफ्ते कुछ मिठाई वो लोग लेके आएंगे. ഈ പലഹാരമോ ഈ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ये मिठाई सब खाने के बाद ഞങ്ങൾ വലിയ സന്തോഷത്തോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയും. हम सब परमेश्वर की स्तुति करेगा. എന്നാൽ പിന്നെ ഞാൻ കണ്ടൊരു കാര്യം പറയട്ടെ. फिर इसके बाद मैंने क्या देखा बताऊं. അതിനടുത്ത നാളുകൾ പിന്നെ അവർ കാണത്തില്ല. फिर इसके बाद वो लोग गायब हो जाते हैं. ഇങ്ങനെ പല ആൾക്കാരും कई लोग ऐसे होते हैं. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നവരെ വന്നുകൊണ്ടിരിക്കും. प्रार्थना के लिए उत्तर जब मिले तब तक आते रहेंगे. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല. प्रार्थना को उत्तर जब मिलेगा उसके बाद फिर आएगा नहीं. ഞാൻ ഇവിടെ സങ്കീർത്തനക്കാരൻ അങ്ങനെയാണോ പറഞ്ഞത്? भजनकार क्या कहते हैं? ഞാൻ എന്നുവരെ സ്നേഹിക്കുമെന്ന് പറഞ്ഞത്, मैं तब तक मैं प्रेम करूंगा. ഞാൻ എന്നുവരെ സ്തുതിക്കുമെന്ന് പറഞ്ഞത്, मैं तब तक आराधना करूंगा. രണ്ടാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. दूसरा आयत. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലം ഒക്കെയും അവനെ उसने വിളിച്ചപേക്ഷിച്ചു. जो मेरी ओर कान लगाया इसलिए मैं जीवन भर उसको पुकारा करूंगा. ഹല്ലേലൂയ. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചത് കൊണ്ട് उसने अपने कान मेरी ओर लगाया है. ഞാൻ ജീവകാലമൊക്കെയും, मैं जीवन भर, ജീവനുള്ള എന്ന് വെച്ചാൽ ജീവൻ എന്ന് വരെ ഉണ്ട് അന്ന് വരെ ഞാൻ ദൈവത്തെ സ്തുതിക്കും. यानी कि जब तक मेरा जीवन है तब तक मैं परमेश्वर की स्तुति करूंगा. നമ്മൾ ഈ വാക്യത്തിന് ഈ സങ്കീർത്തനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. कुछ और आयतें हम आगे देखने जा रहा है. മൂന്നാമത്തെ വാക്യം വായിച്ചാട്ടെ. तीसरा आयत देखिए. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. मृत्यु की रस्सियां मेरे चारों ओर थी और मैं अधोलोक की सकेती में पड़ा था. मुझे संकट और शोक भोजना पड़ा. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് മരണപാശങ്ങൾ എന്നെ ചുറ്റി. यहाँ पर कहते हैं मृत्यु की रस्सियां मेरे चारों ओर थी, പാതാള വേദനകൾ എന്നെ പിടിച്ചു, अधोलोक की सकेती में पड़ा था. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു എന്ന് ഭക്തൻ പറയുന്നത്. संकट और शोक भोजना पड़ा करके कहते हैं. ഇന്ന് പകൽക്കാലം പറഞ്ഞു നിങ്ങളോട് പറയട്ടെ, മരണകരമായ ചില അനുഭവത്തിലൂടെ കടന്നുപോയാലും, आज सुबह में बोलूं शायद मृत्यु के जैसे अवस्था में होकर आप जा रहा होगा. കഷ്ടവും സങ്കടവും അനുഭവിക്കുന്ന അനുഭവം വന്നാലും, कष्ट और संकट भोजने का शायद अवस्थाएं आपके जीवन में होगा. നിങ്ങളെ ആദരിക്കുന്ന ദൈവത്തിന് നിങ്ങളോട് ചില പറയാനുണ്ട്. लेकिन आपको आदर करने वाला परमेश्वर आपसे कुछ बातें कहना चाहते हैं. നിങ്ങളെ മാനിക്കുന്ന ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്, आपसे आदर करने वाला परमेश्वर ये बताना चाहते हैं. അതിനു മുമ്പിൽ ഞാൻ നിങ്ങളെ വിട്ടുകൊടുക്കുന്നവനല്ല. उसके सामने मैं आपको अकेला नहीं छोड़ूंगा. യേശു കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. यीशु मसीह इस प्रकार कहा, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, दुनिया में आपके संकट है, എങ്കിലും ധൈര്യപ്പെടുവീൻ. फिर भी आप हालेलुया हिम्मत मत छोड़िए. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. मैंने इस दुनिया को विजय पाया है. എന്ന് വെച്ചാൽ ഞാൻ കഷ്ടത്തെ ജയിച്ച ദൈവമാണെന്ന്. इसका मतलब यह है कि मैं कष्ट को ऊपर विजय पाने वाला परमेश्वर हूं. ലോകത്തിലെ കഷ്ടം നിന്നെ സങ്കടപ്പെടുത്തുന്നെങ്കിൽ, दुनिया के कष्ट शायद आपको दुख पहुंचाएगा. ലോകത്തിലെ കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വേദനകൾ നൽകുന്നെങ്കിൽ, दुनिया के कष्ट आपके अंदर चोट पहुंचा देगा. ഇന്ന് ഹൃദയത്തിനകത്ത് ചിന്തിച്ചാട്ട് വിശ്വസിച്ചാട്ട് അവൻ ആ കഷ്ടത്തെ ജയിച്ച ഒരു കർത്താവ് യേശുവിനെയാണ് നീ സേവിക്കുന്നത്. दिल में विश्वास कीजिए, उस कष्ट का ऊपर विजय पाने वाला प्रभु यीशु मसीह का मैं आराधना करता हूं. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിന്റെ 8ാമത്തെ വാക്യത്തിൽ ഭക്തൻ പറയുകയാണ്, इस भजन के 8वां आयत में भक्त इस प्रकार कहते हैं, അവൻ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, उसने मेरे प्राण को मृत्यु से, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, मेरे आंखों को आंसू बहाने से, എന്റെ കാലിനെ വീഴ്ചയൊന്നും വിടുവിച്ച ദൈവമാണ്. और मेरे पांव को ठोकर खाने से बचाने वाला परमेश्वर है. മൂന്നാമത്തെ വാക്യത്തിൽ ഭക്തൻ പറഞ്ഞു മരണഭാഷകൾ എന്നെ ചുറ്റിയെന്ന് പറഞ്ഞത്. तीसरा आयत में भक्त इस प्रकार कहा, मृत्यु की रस्सियां मुझे चारों ओर थी. 8ാമത്തെ വാക്യത്തിൽ അതേ ഭക്തൻ തന്നെ പറയുക, അവൻ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. उसी भक्त ने 8वां आयत में कहते हैं, उसने मेरे प्राण को मृत्यु से बचाने वाला परमेश्वर है. ആമേൻ. ഹല്ലേലൂയ. നിന്റെ സമയം കുറിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം. വൈദ്യശാസ്ത്രം നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും, शायद साइंस आपको समय देखकर कुछ बोला होगा. ആമേൻ സ്തോത്രം. ചില മനുഷ്യൻ നിന്നോട് ചിലത് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ടൈം കുറിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും, इंसान आपको देखकर कुछ समय देख के कुछ बोला होगा. ആമേൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? क्या आप विश्वास करोगे? മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം നമ്മുടെ ജീവിക്കുന്ന ദൈവമാണെന്ന്. मृत्यु से बचाने वाला मेरा परमेश्वर और जिंदा खुदा है. ഒരിക്കൽ എന്നോട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു കൈതൊട്ടക്കാരൻ ഒരു മന്ത്രവാദിയായ മനുഷ്യൻ എന്നോട് പറഞ്ഞതാണ്. जादू टोना करने वाला एक बंदा, एक व्यक्ति ने एक बार मुझे ऐसे बोला था, 33ാമത്തെ വയസ്സ് വരെ ആയുസ്സുള്ളത്. 33वां उम्र में मैं मर जाऊंगा. എന്നോട് മാത്രമല്ല, सिर्फ मुझसे नहीं, ദൈവത്തിന്റെ ദാസന്മാരോടും പറഞ്ഞിട്ടുണ്ട്. परमेश्वर के दासों को भी, कई दासों को भी ഹല്ലേലൂയ. बताया है. ദൈവത്തിന്റെ ദാസനായ ഏലിയാവോട് പറയാണ്, परमेश्वर के दास एलिया को इस प्रकार പറഞ്ഞത് कहा, ചെറിയ പുള്ളിയൊന്നുമല്ല. वो शायद छोटा बंदा नहीं है. ഹാമാൻ ഇസബേൽ പറയാ, നാളെ ഈ നേരത്ത് നിന്റെ തല കാണത്തില്ലെന്ന് പറഞ്ഞു. इसाबेल उसको देख के कहा, कल इसी समय में मैं तुमको नाश करेगा, नष्ट करेगा. എന്ന് വെച്ചാൽ നിന്റെ മരണം നാളെയാണെന്ന് സുരക്ഷിതമെന്നാ പറഞ്ഞത്. यानी कि कल तेरा मृत्यु होगा बोला है. നാളേക്ക് അപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് അവൾ പറഞ്ഞത്. कल के बाद तेरे एक जिंदगी नहीं होगा बोला है. അപ്പോസ്തല പ്രവൃത്തി 12ാം അധ്യായത്തിൽ प्रेरितों के काम
12वां अध्याय में ദൈവത്തിന്റെ ദാസനാകുന്ന പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടിട്ട് परमेश्वर के दास पतरस को जेल में बंदीगृह में डाला था। അവന്റെ കൂട്ടുദാസനായ യാക്കോബിനെ उसके साथ देने वाला याकूब को അവനോടൊരുമിച്ച് അടച്ചിട്ട് उसके साथ बंदीगृह में डाल दिया। അവന്റെ തല ശിരച്ഛേദം ചെയ്തു. उसको मृत्यु कर दी है। അവനെ തല ശിരച്ഛേദം ചെയ്ത തല വെട്ടിക്കളഞ്ഞപ്പോൾ उसको मार दिया गया था। ഹല്ലേലൂയ. പത്രോസിന് കൊടുത്ത നിശബ്ദമായ സന്ദേശമുണ്ട്. पतरस को उसके बाद उसके बीच में एक संदेश ऐसे दे रहा था, അടുത്ത ദിവസം നീ ഇതുപോലെ ആകാൻ പോകുക. कल तुम भी ऐसे ही हो जाएंगे। മരണത്തിന്റെ ചില അനുഭവങ്ങൾ നിങ്ങളെ വെല്ലുവിളിച്ചാൽ मृत्यु के शायद बातें आपका जीवन में आपको सामना करना पड़ेगा। നാളെ എന്ന് പറഞ്ഞ ദിവസം നീ കാണത്തില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും നിനക്കെതിരെ വെല്ലുവിളിച്ചാൽ, कल की एक दिन तुम नहीं देखेगा करके कोई आपको चेतावनी नहीं देगा। ഈ മാസം കൂടെ അതിനെ ജോലി വെക്കത്തുള്ളത് ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ, इस महीने के बाद तुम्हें हाल नौकरी में नहीं रखेगा करके बोला होगा, നീ ദൈവത്തോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. तो प्रार्थना करके परमेश्वर से बताइए, എന്റെ കാലഗതികൾ ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കും. मेरा समय परमेश्वर का हाथों में है। പിശാചല്ല നിന്റെ സമയം നിശ്ചയിക്കുന്നത്. शैतान आपका समय नहीं करते। അവിടെ ഇങ്ങനെ പറയുകയാണ്, परमेश्वर इस प्रकार कहते हैं। സങ്കീർത്തനങ്ങൾ ഈ വാക്യ സങ്കീർത്തനത്തിൽ തന്നെ അതിന്റെ 8ാമത്തെ വാക്യം പറയുന്നു, 8वां आयत में इस प्रकार कहते हैं, അവൻ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, तूने मेरा प्राण को मृत्यु से, അവൻ എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, मेरी आंख को आंसू बहाने से, അവൻ എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും मेरे വിടുവിച്ച पाँव को ദൈവമാ. ठोकर खाने से बचाते हैं। ഇതിൽ ഏത് വാക്യം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കാം? क्या ये वचन आप अपना कर सकते हैं? अपना सकते മരണത്തിന്റെ हैं? വിടുവിക്ക് ദൈവത്തെ ഏറ്റെടുക്കാൻ സാധിക്കുമോ? क्या ये वचन आप अपना सकते हैं? കണ്ണുനീരിന് സ്തോത്രം, കണ്ണുനീരിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ പോകുന്ന ദൈവത്തെ ഏറ്റെടുക്കാൻ സാധിക്കുമോ? हालेलुया। आंसू बहाने से आपको बचाने वाला परमेश्वर को क्या अपना सकते हैं? നീ വീട് പോകുമ്പോൾ സകലരും പറഞ്ഞ സ്ഥാനത്ത് നിന്ന് വീഴ്ചതിനെ കരുതുന്ന ദൈവത്തെ ഏറ്റെടുക്കാൻ സാധിക്കുമോ? आप गिर जाएगा करके लोग बोले थे, तो आपको उससे बचाने वाला परमेश्वर को क्या अपना सकते हैं? ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽക്കാലം हालेलुया। നമ്മുടെ മുമ്പിൽ സമയം പെട്ടെന്ന് മുമ്പോട്ട് പോയി. എനിക്ക് ഒത്തിരി പറയണതുകൊണ്ട് ഈ സകീർത്തനകത്ത് ഒന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്തായാലും ഒരു ഭാഗം കൂടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. एक शब्द और बोलना चाहता हूं, हमारा समय जल्दी जा रहा है। ഈ സങ്കീർത്തനത്തിൽ ഒരു ഭാഗം എന്ന് വായിച്ചു നോക്കി. 116 സങ്കീർത്തനത്തിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവൻ 6ാമത്തെ വാക്യം, उसका 6वां आयत है, യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. यहोवा भोलों की रक्षा करता है। ഹല്ലേലൂയ. മനുഷ്യൻ മുഴുവൻ പറഞ്ഞേക്കാൻ നിനക്ക് ബുദ്ധിയില്ലെന്ന്, इंसान सब बोलेंगे तू मूर्ख है, ലോകം മുഴുവൻ പറഞ്ഞേക്കാം നീ ഹല്ലേലൂയ കഴിവുള്ളവളല്ലെന്ന്, पूरा दुनिया बोलेंगे तू कमजोर है, അവൻ നിന്നെ കൊണ്ടൊന്നും ഹല്ലേലൂയ ഇത് പരിപാടിക്ക് കൊള്ളത്തില്ലെന്ന് പറഞ്ഞേക്കാം. उससे कोई काम नहीं होगा बोले। ഹല്ലേലൂയ. ലോകം നിന്നെ നിന്ദിച്ചേക്കാം. दुनिया आपका निंदा करेगा। എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മുമ്പിൽ ദൈവ ശബ്ദത്തിന് മുമ്പിൽ നീ ഹല്ലേലൂയ ഹൃദയത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമോ? क्या इस वचन के सामने आप अपने आप को समर्पित कर सकते हैं? ഇപ്പോൾ വായിച്ച 6ാമത്തെ വാക്യം ദൈവാദികൾ വായിച്ചാൽ, 6वां आयत फिर से पढ़िए। യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു, അല്പബുദ്ധിയെ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ നിന്ദിക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ നീ പറയണം, എന്നെ യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. അടുത്തത്, ഞാൻ എളിമപ്പെട്ടു, ആ. അവൻ എന്നെ രക്ഷിച്ചു. യഹോവ അല്പബുദ്ധികളെ രക്ഷിച്ചു. जब मैं बलहीन हो गया था उसने मेरा उद्धार किया। അല്പബുദ്ധി ഉള്ളെങ്കിലും ഹല്ലേലൂയ വലിയ ജ്ഞാനവും പരിജ്ഞാനവും വിദ്യാഭ്യാസവും ഒന്നുമില്ലെങ്കിലും നീ എന്ത് വേണം? മനുഷ്യന്റെ മുമ്പിൽ വലിയ ജാടയിട്ട് നിന്നാലും ഒരു കാര്യം പറയാം, ദൈവത്തിന്റെ മുമ്പാകെ നീ എളിമപ്പെടണം. हालेलुया। आप शायद ज्यादा पढ़ा लिखा नहीं होंगे, ज्यादा डिग्रियां नहीं होंगे, इंसान के सामने ऐसे खड़े हो तो भी लेगा, परमेश्वर के सामने आप नम्र हो जाइए। തമ്പുരാന്റെ മുമ്പിൽ നീ എളിമപ്പെടാൻ തുടങ്ങിയാൽ, परमेश्वर के सामने जब आप नम्र होना शुरू करेगा, 119 സങ്കീർത്തനത്തിന്റെ 130ാമത്തെ വേദഭാഗം ഇങ്ങനെ പറയുന്നു. 119वां भजन संहिता 130 आयत इस प्रकार कहता है। 119ന്റെ 130 വായിച്ചു. 119 का 130, നിന്റെ വചനങ്ങളുടെ വികാസനം, നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് പ്രകാശപ്രദമാകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നോക്കണം, അല്പബുദ്ധി എന്ന് നിന്നെ നോക്കി ആരെങ്കിലും പറഞ്ഞാൽ, अब भोले है करके आपको देखकर कोई बोला होगा, നിനക്ക് വിദ്യാഭ്യാസം ഒന്നും ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, आप पढ़े लिखे नहीं है करके कोई बोला होगा, നിനക്ക് വേണ്ടത്ര അറിവില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, आप इतना समझदार नहीं है शायद बोलेंगे, നീ എന്റെ ദൈവത്തിന്റെ മുൻപാകെ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. परमेश्वर के सामने अपने आप को समर्पित कीजिए, नम्र അവന്റെ മുമ്പിൽ कीजिए। നിന്നെ ഏൽപ്പിച്ച സമയം തന്നെ തന്നെ താഴ്ത്തുവാൻ ഇടയാകണം. जब परमेश्वर के सामने अपने आप को नम्र कर दीजिए, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, तो परमेश्वर वचन कहते हैं, അല്പബുദ്ധിമാന്മാരെ भोले लोगों को അവൻ ജ്ഞാനിയാക്കുന്ന ദൈവമാണ്. वो बुद्धिमान बनाता है। ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? क्या आप विश्वास करते हो? നിങ്ങൾക്ക് അല്പബുദ്ധിയേ ഉള്ളോ? क्या आप भोले हैं? നിങ്ങൾക്ക് അധികം നോളജ് ഇല്ലയോ? क्या आप इतना समझदार नहीं നിങ്ങൾക്ക് हो? ഭാഷാ പരിജ്ഞാനം ഇല്ലയോ? क्या आप इतना पढ़ा लिखा नहीं हो? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ പോലെ ഭാഷ പറയാൻ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത വ്യക്തികളാണോ? എനിക്ക് മലയാളം അന്യഭാഷ അറിയത്തുള്ളൂ കേട്ടോ. मेरा जैसे ज्यादा भाषाएं बात करने वाला नहीं हो, പക്ഷേ ഞാൻ ദൈവത്തിന് മുൻപാകെ പറയും, ദൈവമേ എന്നെ ദൈവം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എല്ലാ രാജ്യങ്ങളും അയക്കുമോ എന്ന് ദൈവത്തോട് പറയും. मैं परमेश्वर से फिर
बोलता हूँ कि परमेश्वर मुझे अलग अलग देशों में भेजिए। ഞാനത് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? मैं इसलिए बताता हूँ, ദൈവം എന്നോട് അമ്മ സംസാരിച്ചിട്ടുണ്ട്. परमेश्वर मुझे कभी बात किया था, എന്നോട് പറഞ്ഞൊരു വാഗ്ദത്തം വേണം ഞാൻ നിങ്ങളെ കേൾക്കാൻ വേണ്ടി പറയാം. मुझे एक वायदा दिया है, वो मैं आपके लिए ഞാൻ ആ बताऊंगा। വാഗ്ദത്തം പറഞ്ഞു പ്രാർത്ഥിക്കാം. वो वायदा बोलकर मैं प्रार्थना करता हूँ। യെശയ്യാവ് 49:6 കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടൊരു വാക്യമാണ്. यशायाह 49 अध्याय उसका 4 आयत है। 49:6 നോക്കിയേ. 49 का 6। നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ, എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചുമിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഇത് എന്നോട് അമ്മ കഴിഞ്ഞ ദിവസം ദൈവം ചെയ്തൊരു വാഗ്ദത്തം. ഞാൻ പ്രാർത്ഥന മുറി ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് നൽകിയൊരു വാഗ്ദത്തം. प्रार्थना करते समय परमेश्वर की आत्मा मुझे देने वाला एक वायदा है। ഇത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഇത് ആപ്ലിക്കബിളാ. ये सिर्फ मेरे लिए नहीं, आपके लिए भी है। നിങ്ങളോട് ഈ വചനം സംസാരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. अगर आप वचन ये आपसे बात कर रहा है लगता है तो आप अपनाइए। നിങ്ങൾക്ക് അറിയുന്നത് പോലെ എനിക്ക് ഹിന്ദി അറിയത്തില്ല, जैसे आप जानते हैं मुझे हिंदी आता नहीं, എനിക്ക് ഇംഗ്ലീഷും അറിയത്തില്ല, मुझे इंग्लिश भी आता नहीं, പക്ഷെ എനിക്ക് ഒന്നറിയാം, लेकिन मैं एक जानता हूँ, എന്റെ ദൈവ സർവശക്തിയുള്ളവൻ. मेरा परमेश्वर सर्वशक्तिमान ഇവിടെ है। വാക്യത്തിൽ എന്നോട് ദൈവാത്മാവ് ഇടപെട്ടത് यहाँ पर इस वचन के द्वारा परमेश्वर ने बात किया, യാക്കോബിന്റെ ഗോത്രങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന്. याकूब का गोत्र को परमेश्वर खड़ा करेगा। എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജനത്തെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ദൈവം എന്നെ വിളിച്ചെന്ന്. इसका मतलब यह है कि परमेश्वर के लोगों को खड़ा करने के लिए मुझे परमेश्वर बुलाया है। നോക്ക് പറയുന്നത് ഇങ്ങനെ നോക്കിക്കാട്ടെ, നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനാണ് നിന്നെ വിളിച്ചതെന്നാ പറഞ്ഞേക്കുന്നത്. कहते हैं याकूब का गोत्र को खड़ा करने के लिए, उद्धार देने के लिए मैंने तुम्हें बुलाया है। എനിക്ക് നല്ല ഉറപ്പുണ്ട് ദൈവം അവൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന്. मैं यकीन करता हूं परमेश्वर मुझसे ये कराएगा। അടുത്ത അമ്മ വാഗ്ദത്തം നിങ്ങൾ നോക്കിയാൽ ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിന്, इस्राएल के रक्षित लोगों को लौटाने के लिए ദൈവത്തിന്റെ അവകാശമായ ചിലതിനെ ദൈവത്തിന്റെ അടുക്കിലേക്ക് നീ കൂട്ടിക്കൊണ്ടുവരുമെന്ന് എന്നോട് പറഞ്ഞത്. परमेश्वर के लोगों को परमेश्वर की ओर आप लेकर आएंगे, लौटा के लाएंगे बोला है। അവൻ അടുത്ത് പറഞ്ഞു അത്രയും പോരാ. और आगे कहा है बस इतना ही नहीं, മനുഷ്യനല്ല പറഞ്ഞത്, ദൈവം പറയാണ്. इंसान नहीं बोला, परमेश्वर ने बोला അങ്ങനെ അത്രയും പോരാ, बस इतना ही नहीं। ഞാൻ ഇത്രയും മതി എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യാനല്ല എന്നോട് ദൈവം പറഞ്ഞത്. मैंने इतना ही काफी ये करके स्तुति कर रहा था। ആമേൻ ഹല്ലേലൂയ. എനിക്ക് ദാസനായിരിക്കുന്നതും പോരാ, तो परमेश्वर ने बोला बस इतना ही नहीं, എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന്, मेरा उद्धार पृथ्वी का उस छोर तक लेके जाने के लिए ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്ന എന്നോട് ദൈവം പറഞ്ഞത്. मैं तुम्हें अन्य जातियों के लिए ज्योति ठहराया है करके परमेश्वर ने बताया। ആമേൻ സ്തോത്രം. ഞാൻ മതി എന്ന് പറഞ്ഞ ദൈവം പറയും പോരാന്ന് പറയും. मैंने बोला काफी है, परमेश्वर ने बोला ये काफी नहीं है। ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, परमेश्वर का वायदा है। അതുകൊണ്ട് എനിക്ക് ഭാഷ അറിയത്തില്ലെങ്കിലും പ്രശ്നമില്ല. इसलिए मेरे को भाषा नहीं आता है तो भी कोई प्रॉब्लम नहीं है। എനിക്ക് നിങ്ങളെ പോലെ ഭാഷ നന്നായിട്ട് പറയാൻ അറിയത്തില്ലെങ്കിൽ എനിക്കൊരു ഉറപ്പുണ്ട്, എന്റെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവം നിവൃത്തിയാക്കുമെന്ന്. मेरे को इतना भाषा नहीं आता है तो भी मेरे को ये यकीन है परमेश्वर उस वायदा को पूरा करेगा। ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അറ്റം വരെ കൊണ്ടുപോകാതെ പറ്റുമോ? पृथ्वी का उस जोर तक, मतलब उस जोर तक परमेश्वर मुझे लेके जाएगा। ഞാൻ എന്തിനാ ഖത്തർ മാത്രം സ്വപ്നം കാണുന്നത്? तो मैं फिर ये सिर्फ कत्तर के बारे में क्यों सोच रहा ദൈവം है? പറഞ്ഞ വാഗ്ദത്തം സ്വപ്നം കണ്ടാട്ടെ. परमेश्वर के वायदा को आप अपना ദൈവം നിങ്ങളോട് പറഞ്ഞത് സ്വപ്നം കണ്ടാട്ടെ. परमेश्वर के वायदा को आप सपना അവൻ നിങ്ങളെ देखिए, അനുഗ്രഹിക്കും. परमेश्वर आपका आशीष करेगा। അവൻ അല്പബുദ്ധിമാന്മാരെ ജ്ഞാനിയാക്കും. भोले लोगों को हाल ज्ञानी बनाता है। കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, आंखों को बंद कर പ്രാർത്ഥനയ്ക്ക് തള്ളേ പണക്കാം. प्रार्थना करें।